AKG ടൂർ യൂറോപ്പിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയയിൽ നമ്മൾ ഗ്രൂംബിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളവിടെ സിപ്പ് ലൈൻ ഫ്ലൈയിങ് കോസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. ഇതായിരിക്കും എൻ്റെ സെറ്റപ്പ്. മേളിൽ മലയുടെ മേളിൽ നിന്ന് നമ്മൾ താഴോട്ട് വരുന്നതാണ്. അവർ നമുക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യണം. ശരിക്കും ഫ്ലൈറ്റ് കയറുന്ന പോലെ നമുക്കൊരു പാസ്പോർട്ട് കിട്ടി, ഇവിടുന്ന് ടിക്കറ്റ്, പിന്നെ ഇത് നമ്മുടെ എക്യുപ്മെൻ്റാണ്. ഇതെല്ലാവർക്കും കിട്ടും. ജോയിൻ ചെയ്യുന്നവർക്ക് അവരെല്ലാം ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. ഞാനെല്ലാം ഓക്കെ ആണ്, ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പോയി നോക്കട്ടെ. വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിൽ നമുക്ക് നോക്കാം, കണ്ടു നോക്കാം. നമ്മളിപ്പോൾ ഓസ്ട്രിയൻ ഗ്രാമവീഥികളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് ഇന്ന് ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയാണ്. രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. വലിയ താമസമില്ലാണ്ട് നമ്മൾ അങ്ങ് എത്തും. മലനിരകളൊക്കെ കാണണേ. അപ്പം നല്ല ആക്ടിവിറ്റീസാണ്. ഇച്ചിരി ഇതിൻ്റെ ഓപ്പണിംഗ് സമയമാണ്. സമ്മർ ഓപ്പണിംഗ് ടൈമാണ്. മെയ് ജൂൺ 10 തൊട്ട് 5 മണി വരെ. ജൂലൈ ഓഗസ്റ്റും 10 തൊട്ട് 15 വരെ. സെപ്റ്റംബർ നവംബറിൽ 10 തൊട്ട് 17 വരെയാണ്. അവിടെ ഇതിൻ്റെ പ്ലാനും സർവീസും ഉണ്ട്. കറക്റ്റ് ആൾ നേരത്തെ റിസർവ് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. 30 കിലോ ഉള്ളവർ വേണമെന്ന് മസ്റ്റാണ്. ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ സെറ്റപ്പ്. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു പാർക്കാണ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉർലോബ് ലീവ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഇത്. അറ്റ് ഗ്ലാൻസ് നമ്മൾ ഇതിൻ്റെ കാഴ്ചകളൊന്ന് നോക്കുകയാണ്. ഇത് വളരെ ഫേമസ് ആണ് ഈ സിപ്പ് ലൈൻ. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ക്ലെറ്റൻ ഉണ്ട്. നമ്മളിങ്ങനെ മരത്തേക്കട ഇങ്ങനെ കെട്ടിയിട്ട് കയറി പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഫ്ലൈയിങ് കോസ്റ്റർ, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. താല്പര്യമുള്ളവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിള്ളേർക്ക് കളിക്കാനുള്ള പ്രത്യേക സെഷനുണ്ട്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇങ്ങനെ തള്ളി വിടുന്നു, ഇങ്ങനെ പോകുന്നു. ഇതാണ് ഇത് പിള്ളേർക്കും വലിയവർക്കൊക്കെ ചെയ്യാനുള്ളതാണ്. ഇതിലിങ്ങനെ ഇതിലൊത്തിരി സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ചിട്ടിട്ട് വേണം ചെയ്യാൻ. ഇതിലിങ്ങനെ നടന്ന് വള്ളിയെ പിടിച്ച് നടക്കണം. നല്ല ഇൻട്രസ്റ്റിംഗ്. അതിന് താല്പര്യമുള്ളവർക്കൊക്കെ ഭയങ്കര ഇതാണ്. പിള്ളേർക്കും ഉണ്ട്, വലിയവർക്കും ഉണ്ട്. അത് സേഫ്റ്റി മെഷേഴ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ആളെ കണ്ടോ മേളിൽ സേഫ്റ്റി മെഷേഴ്സൊക്കെ വെച്ചിട്ട് അതേ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരിക്കലും താഴെയൊന്നും വീഴില്ല. എല്ലാം ഫുൾ സെറ്റപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ ഇതിൻ്റെ ഫ്ലൈയിങ് സോണിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഈ ബസ്സൊക്കെ കയറ്റിയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ബസ് വന്നു. ഇനി ഇതിലേക്ക് കയറിയിട്ട് അങ്ങ് പോവാം. പട വെട്ടാനുള്ള ആളുകളെല്ലാം ഫ്രണ്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടറിയണം. ഞാൻ ഇത്രയും റിസ്ക്കുള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ കണ്ടപ്പം നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ശകലം പേടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല ഫാസ്റ്റായിട്ടാണ് പോകണം കേട്ടോ. Ich mach noch eins, ja? Ready to go. അപ്പം ഞങ്ങൾ പറക്കാനുള്ള അവിടെ എത്തി. അപ്പം ഞങ്ങളിങ്ങനെ കയറി നിൽക്കുകയാണ്. കർത്താവ്, ഈ വെള്ളേക്കടയാണ്. ഇവിടുന്ന് ഇതേലാക്കടയാണ് പോണത്, പറന്ന് താഴോട്ട്. അപ്പം അവിടെ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുത്തി എല്ലാം സെറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് ഒറ്റ വിടലാണ്. 100 കിലോമീറ്റർ മേൽ സ്പീഡിൽ പോകുമെന്നാണ് പറയുന്നത്. കണ്ണാടി പോകുന്നത്.
ആ കൊച്ച് കറക്റ്റ് 32 കിലോ ഉണ്ട്, അതുകൊണ്ടാണ് ആ കൊച്ച്. Die Rollingen noch. ഓ രക്ഷയില്ല, അടിപൊളി. എൻ്റെ കൂടെ വന്ന ഞങ്ങൾ 4 പേര് ഒരു ഗ്രൂപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. കൂടെ വന്നവരെ കാണാനില്ല, ഉടനെ തന്നെ എത്തുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഞാനിങ്ങനെ താഴെ എത്താനായിട്ട് പോകുന്നു. അടിപൊളി. ഇതേ മേളത്തെ മലയിൽ നിന്ന് നമ്മളിങ്ങനെ പോകുന്നു, ഇടയ്ക്കുള്ള സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ഇതിലും ഫാസ്റ്റാണ് താഴോട്ടുള്ളത്. ഇതേ കാണാനാണ് ഹിൽ സ്റ്റേഷൻ. മാരകം. ഇത് ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെ. അടിപൊളി. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫ്ലൈയിങ് എക്സ്പീരിയൻസും കോസ്റ്റർ എക്സ്പീരിയൻസും കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും പരമാവധി പറ്റുന്നവരൊക്കെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമാണ്, നല്ല സ്പീഡായിരുന്നു. പക്ഷേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എക്സൈറ്റിംഗും ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു.